ഹലോ, എനിക്കും കിട്ടിയ ഒരു അവാർഡ്. ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്വാനത്തിന് ആദരം, മണ്ണിനോടുള്ള സ്നേഹത്തിന് അംഗീകാരവും. വിജയപുരം കൃഷിഭവൻ്റെയും വിജയപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം 1-ാം തീയതി സംഘടിപ്പിച്ച കർഷക ദിനാഘോഷം കർഷകരുടെ അധ്വാനത്തിനും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾക്കും ആദരം അർപ്പിച്ച മനോഹരമായ ഒരു ദിനമായി മാറി. മണ്ണിനെ സ്നേഹിച്ച് വെയിലും മഴയും സഹിച്ച് നമ്മുടെ നാടിൻ്റെ കാർഷിക സമൃദ്ധിക്കായി പ്രവർത്തിക്കുന്ന കർഷകരെ സമൂഹം അംഗീകരിക്കുന്ന ഇത്തരം പുരസ്കാരങ്ങൾ വലിയ പ്രചോദനമാണ്. ഈ കർഷക ദിനത്തിൽ എനിക്കും ഒരു പുരസ്കാരം ലഭിച്ചത് ഏറെ സന്തോഷവും അഭിമാനവും നൽകുന്ന നിമിഷങ്ങളായി. എൻ്റെ കൃഷിയോടുള്ള സ്നേഹത്തിനും പരിശ്രമത്തിനും ലഭിച്ച ഈ അംഗീകാരം ഇനിയും കൂടുതൽ നല്ല രീതിയിൽ കൃഷിയിലേക്ക് മുന്നേറുവാനുള്ള പ്രചോദനമാണ്. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത ഈ ചടങ്ങിലെ ഓരോ നിമിഷവും എനിക്ക് മറക്കാനാവാത്ത ഓർമ്മയായി. പുരസ്കാരം എന്നൊരു സമ്മാനം മാത്രമല്ല, ഒരു കർഷകൻ്റെ അധ്വാനത്തെ സമൂഹം തിരിച്ചറിഞ്ഞതിൻ്റെ അടയാളമാണ്. ഒരു കർഷകൻ്റെ സ്വപ്നങ്ങൾക്ക് ലഭിക്കുന്ന പ്രോത്സാഹനമാണ്. മണ്ണിനോടും പ്രകൃതിയോടും കാണിക്കുന്ന സ്നേഹത്തിന് ലഭിക്കുന്ന ആദരവാണ്. ഈ അംഗീകാരം എനിക്ക് നൽകിയ വിജയപുരം കൃഷിഭവനോടും വിജയപുരം ഗ്രാമപഞ്ചായത്തിനോടും എന്നെ പ്രോത്സാഹിപ്പിച്ച എല്ലാ കൃഷി സ്നേഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളിൽ ന്യായമായ വിലയും നല്ല വിപണിയിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ കോട്ടയത്തിൻ്റെ MLA നമ്മുടെ പ്രിയങ്കരനായ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവരുടെ കൃഷിയിൽ ഒരു കർഷകൻ്റെ വിജയത്തിന് പിന്നിൽ കുടുംബത്തിൻ്റെ പിന്തുണയും വളരെ പ്രധാനമാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ എനിക്ക് നൽകിയ എല്ലാ പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും പ്രത്യേകം നന്ദിയും പറയുന്നു. എന്നോടൊപ്പം അവാർഡ് നേടിയ എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ ഓരോ വീട്ടിലും കഴിയുന്നത്ര ഒരു ചെറിയ അടുക്കളത്തോട്ടമെങ്കിലും ഉണ്ടാക്കുക. പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ എന്നിവ വീട്ടിൽ തന്നെ വളർത്താൻ ശ്രമിക്കുക. കൃഷിഭവനുകൾ നൽകുന്ന സാങ്കേതിക സഹായവും പരിശീലനവും പദ്ധതികളും കർഷകർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ജൈവ മാലിന്യങ്ങൾ വളമാക്കി ഉപയോഗിച്ച് മണ്ണിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുക. യുവാക്കളുടെയും കുട്ടികളുടെയും കൃഷികളിലേക്ക് ആകർഷിക്കുക. കൃഷി ഒരു തലമുറയുടെ മാത്രം കാര്യമല്ല, ഭാവി തലമുറയുടെ സുരക്ഷ കൂടിയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്താൽ വിഷമില്ലാത്ത പച്ചക്കറി ലഭിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഭക്ഷണച്ചെലവ് കുറയ്ക്കാം. അടുക്കള മാലിന്യം വളമാക്കി മാറ്റാം. പ്രകൃതിയെ സംരക്ഷിക്കാം. അതിലുപരി കൃഷി നമ്മുടെ മനസ്സിനും സന്തോഷം നൽകുന്നു. ഒരു വിത്ത് നട്ട് അത് വളർന്ന് നമ്മുടെ തീന്മേശയിലെത്തുന്നത് കാണുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. ഒരു വീട്ടിലൊരു അടുക്കളത്തോട്ടം, ഒരു പഞ്ചായത്തിൽ 1000 അടുക്കളത്തോട്ടങ്ങൾ, അതാണ് സുരക്ഷിതമായ ഭക്ഷണത്തിൻ്റെയും സമൃദ്ധമായ നാളെയുടെയും അടിത്തറ. നമുക്കതിനായി ഒരുങ്ങാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക്